സാഷ ലൈഫിൽ ഒരു ലക്ഷ്യവുമില്ലാതെ ഫ്രണ്ട്സിനൊപ്പം കറങ്ങി നടക്കുന്നു. പക്ഷെ പെട്ടെന്നൊരു ദിവസം അവൾ പഠിക്കാൻ തുടങ്ങിയതും ഒപ്പം തന്നെ അവൾക്ക് ചുറ്റുമുള്ളവരും ചേഞ്ച് ആവാൻ തുടങ്ങുന്നു. ആദ്യമൊക്കെ അവളുടെ ഫ്രണ്ട്സ് അവൾ പഠിക്കുന്നത് കണ്ട് കളിയാക്കിച്ചിരിക്കുന്നു. കാരണം അവൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് എക്സാം നന്നായി പഠിക്കുന്നവർക്ക് പോലും പാസ്സാകാൻ കഴിയില്ല. പക്ഷെ വൈകാതെ തന്നെ അവരുടെ അഭിപ്രായം മാറുന്നു. ഒരു ദിവസം സാഷയുടെ ഒരു ഫ്രണ്ട് അവളുടെ ബുക്ക് കണ്ട് ഷോക്കാവുന്നു. കാരണം സാഷ വളരെയധികം സീരിയസ് ആയി നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത ദിവസം സാഷയും ഫ്രണ്ട്സും ഒരു ബാത്ത് ഹൗസിലേക്ക് വരുന്നു. അപ്പോൾ സാഷയുടെ ഒരു ഫ്രണ്ട് ഇതാണ് നമ്മൾ പുറത്തു വരുന്ന അവസാന ദിവസം എന്ന് പറയുന്നു. അത് കേട്ട സാഷയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അതിനുശേഷമാണ് മനസ്സിലാവുന്നത് സാഷയുടെ ഫ്രണ്ട്സ് അവൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയൊരു കാര്യമായി കാണുന്നു. അതുകൊണ്ട് അതിൽ നിന്ന് അവളുടെ ശ്രദ്ധ മാറാതിരിക്കുന്നതിനായാണ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. അത് കേട്ട സാഷ കരയാൻ തുടങ്ങുന്നു. അതേസമയം സാഷയുടെ അച്ഛനും ചേഞ്ച് ആവാൻ തുടങ്ങുന്നു. സാഷയുടെ അച്ഛന് കുഞ്ഞിലെ മുതൽ അവളെ ഇഷ്ടമേ അല്ല. കാരണം അവൾ പഠനത്തിൽ മാത്രമല്ല മറ്റെല്ലാ കാര്യത്തിലും വളരെയധികം പുറകിലാണ്. അപ്പോൾ ഒരു ദിവസം ജോലി കഴിഞ്ഞ് വരുമ്പോൾ ചുവരിലൊട്ടിച്ചിരിക്കുന്ന സാഷയുടെ സ്റ്റഡി നോട്ട്സ് കാണുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് തന്റെ മകൾ ചേഞ്ച് ആവാൻ തുടങ്ങിയെന്ന് മനസ്സിലാവുന്നത്. പക്ഷെ അദ്ദേഹം എപ്പോഴത്തെയും പോലെ തന്റെ ഇമോഷൻസ് പുറത്തു കാണിക്കുന്നില്ല. അതിനുശേഷം കുറച്ചു ദിവസം കഴിഞ്ഞ് സാഷ അവളുടെ മോഡൽ എക്സാം റിസൾട്ട് കൊണ്ടുവരുന്നു. നോക്കുമ്പോൾ അത് അവളുടേതാണെന്ന് അവിടെയുള്ള ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതേസമയം സാഷയുടെ അച്ഛൻ ആദ്യമായി അവളുടെ മാർക്ക് ഷീറ്റ് വാങ്ങി അതിശയത്തോടെ നോക്കുന്നു. ആ നിമിഷം മുതൽ താൻ ഇത്രയും നാൾ കണ്ട സാഷയല്ല അതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നു. അതിനുശേഷം സാഷയുടെ ഫൈനൽ എക്സാമിന്റെ അന്ന് ഭയങ്കരമായി മഞ്ഞ് വീണ് അവൾക്ക് കറക്റ്റ് സമയത്തിന് പോകാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. അപ്പോൾ പെട്ടെന്ന് അവിടേക്ക് വന്ന സാഷയുടെ അച്ഛൻ അവളെ വേഗം തന്നെ കമ്പനി ബസ്സിൽ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. അപ്പോൾ അദ്ദേഹം ആദ്യമായി സാഷയോട് ക്ഷമ ചോദിക്കുന്നു. പക്ഷെ ഇത്രയും വർഷവും അദ്ദേഹം കാരണം വിഷമിച്ച സാഷയ്ക്ക് അത് അത്ര പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതേസമയം സാഷയുടെ അച്ഛൻ മഞ്ഞിൽ കുടുങ്ങിയ ഒരു വണ്ടി കണ്ട് അവരെ സഹായിക്കാനായി പോകുന്നു. അത് കണ്ട സാഷയ്ക്ക് തന്റെ അമ്മ പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നു. ആക്ച്വലി അവളുടെ അച്ഛൻ പുറമേ റൂഡായിരുന്നാലും ഉള്ളിൽ സ്നേഹമുള്ള വ്യക്തിയാണ്. ആ നിമിഷത്തിൽ സാഷയ്ക്കും താൻ അച്ഛനെ തെറ്റായി മനസ്സിലാക്കിയതാണോ എന്ന് തോന്നുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് രണ്ടുപേരും എക്സാം നടക്കുന്ന സ്ഥലത്തെത്തുന്നു. അപ്പോൾ സാഷയുടെ അച്ഛൻ അവളെ പ്രോത്സാഹിപ്പിച്ചയക്കുമ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നു. അതിനുശേഷം എക്സാം ടൈമിൽ അവളുടെ ഇത്രയും മാസത്തെ ഹാർഡ് വർക്ക് അവൾക്ക് നന്നായി തന്നെ സഹായകമാകുന്നു. ഒരിക്കൽ സാഷയുടെ സ്വന്തം അച്ഛൻ തന്നെ അവളെ ഒന്നിനും കൊള്ളാത്തവളെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അവസാനം സാഷ എക്സാമിൽ വിജയിച്ച് അച്ഛൻ ഉൾപ്പെടെ അവൾക്ക് ചുറ്റുമുണ്ടായിരുന്നവരുടെ ചിന്തകൾ തെറ്റായിരുന്നെന്ന് തെളിയിക്കുന്നു.